നമസ്കാരം. പരമ്പരാഗതമായിട്ട് തന്നെ നമ്മുടെ പൂർവികർ അന്ധവിശ്വാസികളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ അന്ധവിശ്വാസത്തിന് പകരം ഭൗതികവാദം, അതുപോലെ ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള നിലയിൽ ഭൗതികവാദം വളരെയധികം ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവർ ഈ സയൻസാണ് എല്ലാത്തിനും ആധാരം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. സയൻസ് എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ സയൻസ് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുകൂടി നമ്മളൊന്ന് അറിയണ്ടേ? സയൻസ് രണ്ട് തരത്തിലാണ് കാര്യങ്ങളെ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ഇമ്മീഡിയറ്റ് എക്സ്പ്ലനേഷൻ, രണ്ട് അൾട്ടിമേറ്റ് എക്സ്പ്ലനേഷൻ. ഇമ്മീഡിയറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മഴ എങ്ങനെയാണ് പെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സയൻസ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലേ. കടലിലെ വെള്ളം സൂര്യൻ്റെ ചൂടേറ്റ് താപനില ഉയരുകയും അത് നീരാവിയായിട്ട് മുകളിലേക്ക് പൊങ്ങുകയും അവിടുന്ന് തണുത്ത് മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്നു. ഇത് ഇമ്മീഡിയറ്റ് എക്സ്പ്ലനേഷൻ. മുമ്പൊക്കെ ഏകദേശം ഐൻസ്റ്റീൻ്റെ കാലഘട്ടത്തിനൊക്കെ മുമ്പ് ഈ ശാസ്ത്രജ്ഞന്മാർ അൾട്ടിമേറ്റ് ട്രൂത്തിനെ പഠിക്കുന്ന രീതിയിലേക്ക് പോയിരുന്നില്ല സയൻസ്. പകരം മതത്തിനോ അതല്ലെങ്കിൽ ഫിലോസഫിക്കോ ആൻസർ പറയാനായിട്ടാണ് ഈ ഒരു അൾട്ടിമേറ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോസസിന് ഒരു ആൻസർ കൊടുക്കുന്നത് ഈ മതങ്ങൾക്കും ഫിലോസഫിക്കും ഒക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഐൻസ്റ്റീന് മുതലുള്ള ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ അൾട്ടിമേറ്റ് കോസസിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്ധവിശ്വാസം എന്ന് വിളിക്കുന്ന പല കാര്യങ്ങളും, അപ്പോൾ അത് ദൈവമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, പലരും എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങനെയൊന്ന് കണ്ടു, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കേൾക്കുന്നതോ ഒന്നും അല്ല, സാധാരണയായി കേൾക്കുന്നതല്ല. പകരം ഞങ്ങൾ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു. പക്ഷെ അതൊന്നും അവർ പബ്ലിക്ലി പറയാനോ അല്ലെങ്കിൽ അതുപോലെ അനുഭവങ്ങളുള്ള ശാസ്ത്രജ്ഞന്മാരായാൽ പോലും ആരും ഒന്നും പറയുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അന്ധവിശ്വാസികളായിട്ട് മുദ്ര കൊത്തും. അപ്പം ഇപ്പം പക്ഷെ നമ്മളത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ആളുകൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളത് കണ്ടു അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടു, അതെല്ലാം ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് തോന്നി. അപ്പം ഈ ശാസ്ത്രം ഇതിങ്ങനെ പറയുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ ഒരു അന്ധവിശ്വാസമായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അന്ധവിശ്വാസമായിരിക്കാം എന്ന് പറയുന്നതിന് മുൻപേ നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പം ശാസ്ത്രം പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. സയൻസ് ഇതിനെക്കുറിച്ചെല്ലാം പഠിക്കുന്നതിന് വേണ്ടി, അതായത് ഈ അൾട്ടിമേറ്റ് എക്സ്പ്ലനേഷൻ, നമുക്ക് പരമമായ സത്യം എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ ശാസ്ത്രശാഖകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നിനെയും നമ്മളുടെ കണ്ണുകളും കാതുകളും കൊണ്ട് കേൾക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടല്ലേ 3 ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണ് സത്യം. അതിനെ അംഗീകരിക്കലാണ്, അതല്ലെങ്കിൽ അതെന്താണെന്ന് വിശദീകരിക്കലാണ് ശാസ്ത്രത്തിൻ്റെ പണി എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ശാസ്ത്രം അൾട്ടിമേറ്റ് ട്രൂത്തിനെ കുറിച്ച് പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പം ഐൻസ്റ്റീൻ ഇപ്പം നമ്മളോട് എന്താണ് പ്രപഞ്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഭൂമി, നമ്മൾ ഈ കാണുന്ന വസ്തുക്കൾ, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതെല്ലാം കൂടി. പക്ഷേ ഇതൊക്കെ എവിടെയാണ് നിലനിൽക്കുന്നത്? അത് നിലനിൽക്കുന്നത് സ്പേസിലും ടൈമിലുമാണ്.
ഐൻസ്റ്റീൻ അതിനെ സ്പേസ് ടൈം എന്ന് തന്നെയാണ് പറഞ്ഞത്, രണ്ടായിട്ട് പോലും കണക്കാക്കാതെ സ്പേസ് ടൈം അങ്ങനെ ഒരുമിച്ചാണ് അതിനെ പറഞ്ഞത്. അപ്പം ഐൻസ്റ്റീൻ്റെ കാലത്തിൽ ഇതൊന്നും ആരും അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ തിയറി അംഗീകരിക്കേണ്ടി വന്നു. അപ്പോൾ നമുക്കിനി സ്പേസ് ടൈമിനെ കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.